ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കുവാൻ ആവശ്യപ്പെട്ടു. അബൂ സാലെ എന്നാണ് കാണുന്നത്. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, നമ്മളുടെ ഈ പറയപ്പെട്ട ഒരു മുടിയുമായി ഒരാൾ വന്നിട്ടുണ്ട്, ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റൂഹിയായി ബന്ധമുണ്ടാകിരുന്ന മഹാഗുരുവര്യൻ മുടി പരിശോധിക്കുകയും അത് ശരിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ടും ഔറംഗസേബ് ആലംഗീർ നിന്നില്ല. അദ്ദേഹം സൂര്യന്റെ വെളിച്ചത്തിന്റെ താഴെ മുടി കൊണ്ടുവച്ചു. മുടിക്ക് നിഴലല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, എല്ലാവർക്കും മുടിക്ക് നിഴലില്ല എന്ന് ബോധ്യപ്പെട്ടു. ഉടനെ കത്തിക്കാളുന്ന തീയിലേക്ക് മുടിയിട്ടു. തീക്കെട്ട് കഴിഞ്ഞിട്ടും മുടിക്കൊരു തകരാറുമില്ല എന്ന് തോന്നിയപ്പോൾ, എന്ന് മനസ്സിലായപ്പോൾ, ജനങ്ങൾ മുഴുവനും അതിന്റെ അമാനുഷികത മനസ്സിലാക്കിയപ്പോൾ മുടിയിൽ തേൻ പുരട്ടുകയും ഒരു സ്ഥലത്ത് വെക്കുകയും ചെയ്തു. ഈച്ചയോ പ്രാണികളോ മറ്റുള്ള വണ്ടുകളോ അതിൽ കടന്നില്ല. അതിനെ തൊട്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധനാണ്. ഒരു കുപ്പി തേൻ വാങ്ങിയിട്ട് ഈ മുടിമ പുരട്ടിയിട്ട് 4 എറുമ്പിന്റെ അടുത്ത് കൊണ്ടൊക്കെയുള്ള ധൈര്യം ഏപ്പിക്കുട്ടിയൊക്കെ ഉണ്ടോ? കത്തിക്കൊന്നും വേണ്ട. ചെറുശ്ശേരി വിഷം കുടിക്കൂ, ഞാൻ കുടിക്ക വിഷം, മുടി കൊണ്ട്. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള എന്റെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി സത്യമാണെന്ന് തെളിയിക്കാൻ ഒരു പരീക്ഷണം നടത്തണമെങ്കിൽ അതിന് പാവപ്പെട്ട ഞാൻ വിഷം കുടിക്കണമെങ്കിൽ കുടിച്ചുതരാം. ധൈര്യമായിട്ട് കൊണ്ടുപോവാ. എവിടെയാണ് എന്റെ മുടി? വിഷം കുടിക്കൂ. ഇഞ്ഞേന്ന് പറഞ്ഞാൽ പോരെ, ഇത് വിഷയം മറ്റതാണ്. ഇത് വിഷയം ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തെങ്കിലും മനസ്സിലാക്കി? അതാണ് വിഷയം. ഇത് വിഷയം വളരെ ഗൗരവമാണ്. ഒരു കുട്ടികൾ ഇങ്ങനെ കളകളെ നിങ്ങൾ സമസ്ത മുഷാവറ മെമ്പർമാരെ കൈ കൊടുത്താൽ മതി. നമ്മളെടുത്ത ആൾക്കാരുണ്ട്, നമ്മൾ പോയി ചോദിച്ചു, മൊയ്ലിയെ നിങ്ങൾ കണ്ടു? ഒരുപാട് മൊയ്ലിയന്മാരെ പോയി അന്വേഷിച്ചാന്. കുട്ടിയെ ഞങ്ങൾ കണ്ടിട്ടില്ലടാർന്ന്. മൂപ്പരാൾക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് കൊണ്ടുവന്നു പറഞ്ഞു ഒരാള്. അത് മുടി തന്നെ ആണോ ചോദിച്ചു ഞാൻ. മൂപ്പര കാര്യമില്ല, എനിക്കറിയില്ലായിരുന്നു. ഇതിന്റെ സംഭവം ഇനി ഞങ്ങൾക്ക് വിട്ടുതരാം. അതൊന്ന് കാണിച്ചു തന്നൂടെ ആൾക്കാർക്ക്? ഞങ്ങൾ കാണിച്ചു തന്നിട്ട് കാണാനുള്ള പൂതിയാണ്. കുട്ടികളെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ ആലേക്ക് വന്ന ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. അത് വേറൊരു കഥ. ഒന്ന് കാണിച്ചു തന്നൊരു ടോർച്ച് അടിച്ചു നോക്കിക്കൂടെ? സമ്മേളനത്തിൽ കൊണ്ടുവരും ഇങ്ങനെ ടോർച്ച് അടിച്ചു നോക്കുക. എന്തേ നമ്മളെ മുമ്പിൽ വേണ്ടോ, അല്ലെങ്കിൽ അടിയിൽ ബൾബച്ചിണ്ടോ? ഒന്ന് കാണിച്ചു തന്നൂടെ? ഏത് ആ നീളമുള്ള മുടിയല്ലോ കേട്ടോ, അത് വിട്ട് അത്ര അല്പമുള്ള മുടി നബിതങ്ങൾ വളർത്തിയിട്ടില്ല. അങ്ങനെ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവില്ല. 100% പൂർണ്ണമായും ആ മുടി ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിന് സനതും വേണ്ട, ഒരൊലയ്ക്കും വേണ്ട. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ അത്ര നീളമുള്ള മുടി വളർത്തിയിട്ടില്ല. പിന്നെ ഇങ്ങനൊരു മുടി ഏപ്പി കൊണ്ടുവന്നാൽ അതിന്റെ സ്ഥാനം അറബിക്കടലാണ്. അറബിക്കടൽ അത് പോട്ടെ, അതിന്റെ സ്ഥാനം തന്നെ പറയണ്ട. ഈ വലിയ വളവനാട്ടോ. മൂപ്പർ പറയാണ് ചിലപ്പം മുടി വെട്ടാൻ വെക്കിയതേക്കുന്ന്. ഈ പുസ്തകത്തിലുണ്ട്, ചില സന്ദർഭങ്ങളിൽ മുടി വെട്ടാൻ വൈകിയതാകാം. ഓനെന്നെ സംശയം ഇത്ര നീളം കണ്ടപ്പോ. ഇത്ര നീളമുള്ള മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇത്ര നീളമുള്ളൊരു മുടി ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വലിപ്പമുള്ള മുടി അതിന്റെ പൂർണ്ണ ആദരവോട് കൂടി മർദൂദാണ്, സ്വീകരിക്കാൻ പറ്റൂല. അത് വിട്. പിന്നെ പറയണത് ബറക്കാത്തി തങ്ങന്മാരെത്തുനിന്ന് കിട്ടിയെന്നാണ്. അതിന്റെ കഥ കേൾക്കണം നിങ്ങൾക്ക്. അത് ഞങ്ങൾ അന്വേഷിച്ച് തെളിവൊക്കെ ഉണ്ട്. ബോംബെക്കാരനൊരു കുട്ടി മർക്കസിൽ ഓതിനു. അയാള് മംഗലാപുരത്ത് തന്നെ ഒരു കുട്ടിയൊരു ചെറിയൊരു സംഭാഷണ മധ്യേ അയാളെ വീട്ടിന്റെ കുടുംബത്തിന്റെ ഫളായിലൊക്കെ പറഞ്ഞ കൂട്ടത്തില് അയാൾ പറഞ്ഞു, എന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയുണ്ട്.
കേട്ടോളിട്ടോ, നിഷേധിക്കാൻ പറ്റൂല. കാരന്തൂർ മർക്കസിലെ ശരീഅത്ത് കോളേജിലെ തഖസ്സുസിൽ 2 വർഷം മുഴങ്ങിയ കാര്യം അത്. നിഷേധിക്കാൻ പറ്റൂല. നിങ്ങൾ നിഷേധിച്ചാൽ ഒരു സഖാഫി കുട്ടിയെങ്കിലും ഇൻഷാ അല്ലാഹ് പറയും എന്ത്, ആ ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന്. ഞങ്ങൾ സദസ്സിലാണ്ട് ഹാജരാക്കും. അത് വിടണ്ട, വിഷയം പറഞ്ഞുതരാം. എന്നിട്ട് ഇയാളപ്പം മംഗലാപുരത്തേരം പറഞ്ഞു, എന്നാ ജി ഒന്ന് എനിക്ക് ചോദിച്ചു. പിറ്റേ പ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ അയാൾ ഒരു മുടി കൊണ്ടുവന്നപ്പോൾ ഒരു ആൾക്കലാണ് അതിന്റെ മുകളിൽ ഒരു പച്ച പിരിപ്പൊക്കെ ഉണ്ട്, ആദരവോട് കൂടിയാൽ കൊണ്ടുവരും. മംഗലാപുരത്തേരൻ അത് വാങ്ങിച്ചു. വൈകുന്നേരം ആയപ്പോൾ മറ്റാൾ അറിഞ്ഞു. ആര്? പുള്ളിക്കാരൻ. മൂപ്പര് ഈ കുട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിൽ മുടിയുണ്ടോ? ഉണ്ട്. എങ്കിൽ എനിക്കും വേണം എന്ന് പറഞ്ഞു. ഈ പാവം കുട്ടി പിറ്റത്തെ പ്രാവശ്യം പോയി വന്നപ്പോ ഒരു മുടിയേറ്റ് വന്നു. പക്ഷെ ബറക്കാത്തി തങ്ങന്മാരെ കുടുംബത്തിൽ എത്ര മുടിയുണ്ടെന്ന് ചോദിച്ചാൽ ഐറ്റുകൾ പറയണ ആകെ 1 എന്നാണ്. ഇത് മൂപ്പരെ പിടിച്ചൊരു കുട്ടി ചിലപ്പോൾ ഇവിടുന്ന് 2 മുടി എടുത്തോണ്ട് വന്നിരിക്കും. അതത് പരിശോധിക്കണം എന്നറിയണേ. ഐറ്റുങ്ങളെ മുടി ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അത് വേറൊരു കഥ. അതൊന്നും കിട്ടൂല. 9 താക്കോലാണ് അതിന്. 9 താക്കോല്. 9 തറവാട് കാരണവന്മാരുടെ കയ്യിലാ. ആ 9 താക്കോലിട്ട് ഒരൊറ്റ ദിവസം മെഹറാജ് രാവിന്റെ അന്നേ തുറക്കുള്ളൂ. ഓലെന്നെ എന്നും കാണാൻ കഴിയൂല. പിന്നല്ലേ ഒരു മോചിട്ടിക്ക് തുക്കലിച്ച് കൊണ്ടുവരാൻ കഴിയുന്നത്. എങ്ങനെ ഏതായാലും മൂപ്പരതോടെ വാങ്ങിച്ചു. ശ്രദ്ധിക്കുണ്ടോ? വാങ്ങിച്ചു. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അബൂദാബിക്കാരനായ പ്രമുഖനായ ഒരു ഷെയ്ഖ് വന്നു. അതായത് നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഖദ്റജിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവക്കായി വരുന്ന ഒരാൾ വന്നു. അയാളോട് മർക്കസിന്റെ ഫളായിൽ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ നബി തങ്ങളെ മുടി സൂക്ഷിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എത്ര മുടിയാ കൊണ്ടുവന്ന് വെച്ചാൽ മെഴുകു പോലുള്ളതിൽ 2 ഇതൾ കണ്ടു എന്നാ പറയുന്നത് അവിടുത്തെ മൂല്യന്മാര്. അവിടുത്തെ ഒരു മുദരിസ് ഞങ്ങളോട് പറഞ്ഞത് മെഴുകു പോലുള്ള ഒരു സാധനത്തിനുള്ളിൽ 2 ഇതൾ കണ്ടു, 2 3 ഇതൾ കണ്ടു എന്ന് പറയുന്നത്. ഇതാണ് കാര്യം. ഇത് കൊണ്ടുവന്നു. അപ്പൊ ഒന്ന് അയാളും കൊണ്ടുപോയി. ആര്? അറബി. അവിടെ ചെന്നപ്പോ 2 ഒപ്പ പോണത്. അവിടെ ചെന്നപ്പോ ഇതിന്റെ സനത് എവിടെ വെച്ചു. ഇയാൾക്ക് കാണാതെ അറിയാന്നാ മറ്റാൾ വിചാരിച്ചതേ. അപ്പം മൂപ്പർ ഒറ്റ ഫാക്സ് ആണ്. വളരെ നീളം കുറഞ്ഞ കട്ടിയുള്ള കണ്ണാട ധരിച്ച പാലക്കാട് ജില്ലക്കാരനായ ഒരു അറബി മാസികയുടെ കുറെ കാലം എഡിറ്ററായി പ്രവർത്തിച്ച ഇപ്പൊ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന ഒരാളോട് അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി. കുറച്ചൊക്കെ ബുദ്ധിയുള്ള ഒരു റാങ്കിലൊക്കെ ഉള്ള കാരന്തൂർ മർക്കസിലെ ഒരു അധ്യാപകന്, ഒരു ശരീഅത്ത് കോളേജിലെ അധ്യാപകനെ വിളിച്ചിട്ട് കാന്തപുരം എത്തിയ വോക്കർ മുസ്ലിയാർ പറഞ്ഞു, നീ ഇതിന്റെ ഒരു സനത് ഉണ്ടാക്കുക. 3 ആളെ പേര് വിട്ടു. 3 ആളെ പേരിൽ എങ്ങനെ നബിതങ്ങളിലേക്ക് മുട്ടേണ്ട സനത്? ഇവ ഇടക്കിടക്ക് ചെല്ലും, എന്താ കാട്ടേണ്ടി? അപ്പൊ ഇവൻ ഇതിന് പറ്റൂല എന്ന് മനസ്സിലാവും. എന്താ കാട്ടേണ്ടി? നേപ്പിനെ ഞങ്ങൾക്കറിയാലോ. അങ്ങനെ ഈ മനുഷ്യനെ കൊണ്ട് ഒരു സനത് ഉണ്ടാക്കിച്ചു. അത് അറബിനെ പറ്റിക്കാനായിരിക്കും ആ സാധു മനസ്സിലാക്കി. പിറ്റേ ദിവസം 4 വർഷവും പുറത്തു കാണാതിരുന്ന മർക്കസിലെ മുടിയുടെ സനത് കുത്തുബ് ഖാനയിൽ എഴുതി തൂക്കപ്പെട്ടു. ഇതാണ് മർക്കസിലുള്ള മുടിയുടെ സനത്. ഇതാണ് 5 വർഷമായി ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന സനത്. അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ നേരത്തെ പേരോട് വായിച്ചതും അതൊന്നുകൂടി വ്യക്തമാക്കുന്ന രീതിയിൽ നമ്മളെ ഫൈസി വായിച്ചതും കണ്ണാടിപ്പറമ്പ് വായിച്ചത്. അത് ഏതെങ്കിലും അറിയും? ഖാദിരി ത്വരീഖത്തിന്റെ സിൽസിലയാണ്. കുറെ ആൾക്കാർക്ക് കാണാതെ അറിയണാണ്, കുറെ ആൾക്കാരെ ചിരിക്കണതാണ്. അൽ ഖാദിരി എന്നൊക്കെ എഴുതുന്നുണ്ട്. അതിന്റെ എടിപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ അബീഹി എന്നല്ല ഷെയ്ഖി എന്നുള്ളടത്ത് അബീഹി എന്നാണ് എഴുതി കൊടുത്ത്. ഇത്ര ഉണ്ടായിട്ടുള്ളൂ. അസനത് തന്നെ പഠിച്ചാൽ ഗൗസുൽ ആലമിന്റെ മകനായി പരിചയപ്പെടുത്തിയ ആൾ ഗൗസുൽ ആലമിന്റെ മകനല്ല. അത് ഈ അബ്ദുൽ ഹക്കീം ഇവിടെ പുസ്തകത്തിൽ കുറച്ചുകൂടി എഴുതിയിട്ടുണ്ട്. അത് വായിക്കാൻ കുറച്ച് സുഖം തോന്നുന്നുണ്ട് അല്ലേ? അല്ലേ? മദീനയുടെ സമ്മാനത്രേ ഒരു മുടി സമ്മാനായിരിക്കും. നിങ്ങൾ ആണി തെറിക്കണ സമ്മാനം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വാളൊന്നും ഇപ്പോഴും അബൂജഹലിന്റെ നേരെ ചാടിയില്ലേ, ആ വാളിപ്പോഴും അവിടെ ഉണ്ട്. പഠിക്കുങ്ങൾ, സംശയമൊന്നുമില്ല. നമ്മുടെ വിശ്വാസം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹൽ ചീത്ത പറഞ്ഞപ്പോഴേ ഹംസ റളിയല്ലാഹു അൻഹു വാള് നീട്ടിയെന്ന് വീശി അല്ലേ? ഇനിയും വീശും. അള്ളാഹു ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുമാറാവട്ടെ.